ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് വേറൊരു ചായക്കട ഐറ്റം ഞാൻ 3-4 ചെയ്തു. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഫേവറേറ്റ് ആവാനാണ് സാധ്യത. നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും മലയാളികളുടെ വേറൊന്നുമല്ല, പരിപ്പുവടയും കട്ടൻ ചായയും അല്ലേ? അതല്ലേ കോമ്പിനേഷൻ? ഞാൻ കട്ടൻ ചായ ഒന്നും ഉണ്ടാക്കിയില്ല, പരിപ്പുവട ഉണ്ടാക്കി. കട്ടൻ ചായ ഉണ്ട്, കയ്യിലുണ്ട് എന്നും വിചാരിച്ചുകൊണ്ട് പരിപ്പുവട കഴിച്ചിട്ടുണ്ട്. എനിക്ക് കട്ടൻ ചായ അത്ര ഒരു ഫേവറേറ്റ് അല്ല. ചായ ആകുമ്പോഴത്തേക്കും നല്ല പാൽ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ചായ വേണം. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ പരിപ്പുവട ആണ് ഇന്നത്തെ വിഷയം. ഞാൻ കൊച്ചായിരിക്കുമ്പോഴത്തേക്ക് നാട്ടിൽ പരിപ്പുവട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടല്ല, അമ്മ ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് തൂരപ്പരിപ്പ് കൊണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് കുറച്ച് വട്ടം കുറഞ്ഞ് കട്ടി കൂടി ഉള്ള പരിപ്പുവടയായിരുന്നു. പക്ഷെ ഇപ്പോൾ, അതായത് ഇവിടെ കാനഡയിലോട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കടയിലൊക്കെ പോയിട്ട് പരിപ്പുവട മേടിച്ച് കഴിക്കുമ്പോൾ, അതായത് കൂടുതലും ശ്രീലങ്കൻ തമിഴരുടെ കടയിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അത് ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് കൊണ്ടാണ്. അപ്പോൾ അത് കഴിച്ച ആൾക്കാർക്ക് അതൊരു ഹരമായിട്ട് മാറി. അതായത് ഹരമല്ല, അതൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അതിലോട്ടൊന്ന് ചായഞ്ഞു. പണ്ടേ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് തൂരപ്പരിപ്പ് ഇട്ടിട്ടാണ്, പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കടലപ്പരിപ്പ് ഇട്ടിട്ടാണ്. അതും കടലപ്പരിപ്പിൽ നമ്മുടെ ഉണക്കമുളക് ഒന്നിലെ പൊടിച്ചിടും, അല്ലെങ്കിൽ കുതിർത്തിട്ട് അരയ്ക്കും. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കടലപ്പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കടലപ്പരിപ്പ് ഏകദേശം 2-2.5 മണിക്കൂർ കുതിർത്തെടുക്കുക. നല്ലപോലെ കഴുകിയതിനു ശേഷം ഉണക്കമുളക് 2 മണിക്കൂറോളം കുതിർത്തെടുക്കുക. ഉള്ളിയും പച്ചമുളകും അരിഞ്ഞെടുക്കുക. ഇഞ്ചി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ചതച്ചെടുക്കുക. മിക്സിയിലാണ് അരക്കണമെങ്കിൽ ഒരുപാട് അരിഞ്ഞു പോകരുത്. ഒരുപാട് അരിഞ്ഞു പോയാൽ ക്രിസ്പിനെസ് കുറയും. അരച്ചു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ച് പരത്തി എണ്ണയിലിട്ട് പുറത്തെടുക്കുക. ഇതാണ് നമ്മുടെ പരിപ്പുവട. ഇത് രാത്രിയിൽ എന്ന് പറയുമെങ്കിൽ സമയം 9:15 ആ സമയത്താണ് പുറത്തു നിന്നിട്ട് എടുക്കുന്നത്. ലൈറ്റ് ഇട്ടിട്ട് ഡെക്കിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും എന്താ ചെയ്യണമെന്ന് കാണാം, അത് മതിയല്ലോ. വെള്ളം ചൂടായി ഒന്ന് നോക്കട്ടെ. ചൂടായി വരുന്നുണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കണമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ചൂടായ എണ്ണയിൽ വെള്ളം തിളയ്ക്കുന്നത് കേട്ടിട്ട് കാണത്തില്ല. എന്നാ കേട്ടു കണ്ടു. എണ്ണ ചൂടായി നോക്കാൻ വെള്ളം തിളയ്ക്കുന്നു. അങ്ങനെ നമുക്ക് എൻ്റെ മാവ് തന്നെ ചെയ്തിട്ട് നോക്കാം. ആഹാ, തീ കുറച്ച് വയ്ക്കുന്നു. കയ്യിലൊരൽപ്പം വെള്ളം തേച്ചു. മാവുണ്ട്, മാവിൽ കുറച്ചെടുക്കുകയാണ്. നമുക്കിത് ഏത് സൈസ് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ഇതനുസരിച്ചിരിക്കും. ഇത് കട്ടി കുറച്ച് പരത്തുകയാണ്, പെട്ടെന്ന് വെന്തും മുരിഞ്ഞും കിട്ടും. അപ്പോൾ അതാ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എണ്ണ ഇച്ചിരി കൂടുതൽ ചൂടായി, അതുകൊണ്ട് അത് കുറച്ചൊന്ന് വിട്ടു പോകുന്നുണ്ട്. അതിപ്പോൾ ശരിയായിക്കോളും. ഞാൻ എണ്ണയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കളിയും പറഞ്ഞു നിന്നു. ആ സമയത്തിന് എണ്ണ ഇച്ചിരി ചൂട് കൂടിപ്പോയി. കണ്ട, പെട്ടെന്ന് പുറം മുരിഞ്ഞു. അങ്ങനെ മുരിയാൻ പാടില്ല. ഇപ്പം മറിച്ചിടാം. അപ്പോൾ ആദ്യമേ ഒരു 4 എണ്ണം മാത്രം ഉണ്ടാക്കുന്നു. ആ എണ്ണയൊന്ന് സെറ്റിലാക്കാം. വേണ്ട, ഇട്ട ഉടനെ തന്നെ ഇത് വന്നുണ്ടോ. പിന്നെ ഇട്ടത് കുഴപ്പമില്ല. ഇതും കുറച്ച് മുരിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അതിനേക്കാളും സ്ലോയിലാണ് ആകുന്നത്. കണ്ടോ, ഇങ്ങനെ മുരിയിട്ട് ഇളങ്ങനെ ഓടി നടക്കണേ. സൂപ്പർ ഫാസ്റ്റ് ബോട്ട് പോലെയാണ് ഓടുന്നത്. എങ്ങോട്ടാണെന്നറിയില്ല, ഓടുന്നുണ്ട്. ഓട്ടത്തിന് കൂടി കുഴപ്പമില്ല, പക്ഷേ ഡെസ്റ്റിനേഷൻ എന്താണെന്നറിയില്ല. KSRTC ബസ്സും അതുപോലെയാണെന്ന് തോന്നുന്നു അല്ലേ?
ഇതിനാണ് ഞാൻ എടുക്കണത്. അധികം ക്രിസ്പി ആയിട്ടുണ്ടാകത്തില്ല. അത് അടുത്തൊക്കെ ചെയ്യാം. If you enjoyed this video, please like, share, and if you haven't done so, subscribe. And most important, send it to your friends and family. Don't forget the family. Till next time, until I come back with another video, happy cooking.